വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ 13ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നിങ്ങളെ പെർസെൻറ്റ് അല്ലെങ്കിൽ ശതമാനം. അതിൻ്റെ നമ്മൾ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് പെർസെൻറ്റ്? പെർ സെൻറ്റം എന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് പെർസെൻറ്റ് എന്ന വാക്കുണ്ടായത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പെർ 100 എന്നാണ് അല്ലേ. എപ്പോഴും ഓർത്തോണം 1% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/100 എന്നാണ്. 5% എന്ന് വെച്ചാൽ 5/100 എന്നാണ്. എല്ലാ പെർസെൻറ്റേജ് എന്ന് കേൾക്കുമ്പോഴേ കേട്ടോണേ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഈ പെർസെൻറ്റേജ് ഇങ്ങനെ ഇടുന്നതിനെയാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? 100 എന്നാണ്. ഇപ്പം നമ്മുടെ അടുത്ത് 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 8/100 എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു ഹാൻഡ്ലൂമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ തന്നായിരുന്നു. നിങ്ങളത് 1ാമത്തെ പാർട്ട് കയറി കാണണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അത് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് മലയാളവും ഇംഗ്ലീഷും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അത് ഓക്കെ ആണല്ലോ 1ാമത്തെ. രണ്ടാമത്തത് ഒരു സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ കിട്ടുന്നതിൻ്റെ 7,500 രൂപയുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ പലിശ 9% അപ്പം പലിശ മാത്രമായിട്ട് നമുക്ക് 675 രൂപ കിട്ടിയായിരുന്നു. ആ പലിശ മാത്രം മേടിച്ചാൽ മതിയോ കുഞ്ഞുങ്ങളെ? അല്ല. എന്താ, നമുക്കതിന് അടച്ച പൈസയും പലിശയും കൂടിയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വരേണ്ടത്. അത് എപ്പോഴും തെറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പലിശ മാത്രം മേടിച്ചുകൊണ്ട് പോരല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇട്ട പൈസയും കൂടി വേണേ മേടിച്ചുകൊണ്ട് വരാൻ. ഞാനത് കുറേ പറഞ്ഞതാണ്, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത പേജ് നമ്പർ 183ൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, അതായത് ലോവസ്റ്റ് ഫോം അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ ഇവിടെ എക്സർസൈസ് ചെയ്താണ് 1ാമത്തെ പാർട്ട് കണ്ടവർക്ക് അറിയായിരിക്കും. ഇത് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇങ്ങനെ ഏത് കണക്ക് എന്നാലും ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളെ കയറി കാണാത്തവരാണെങ്കിൽ 1ാമത്തെ പാർട്ട് കയറി കാണണം കേട്ടോ. ഇനി എക്സർസൈസ് 183ാമത്തെ പേജിനകത്തിലെ ലാപ്ടോപ്പിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും സ്മാർട്ട് വാച്ചിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ റിഡക്ഷൻ എന്ന വാക്ക്, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് റിഡക്ഷൻ എന്ന വാക്ക് കിഴിവ് അല്ലെങ്കിൽ കുറയ്ക്കുക എന്നൊരു വാക്കാന്ന് ഓർത്തണം. കുറയ്ക്കാനാണ്. ഇപ്പോൾ 10% എന്ന് വെച്ചാൽ 65,000ൻ്റെ ആ 10% കാണണം. 10% എത്രയാണെന്ന് കണ്ടിട്ട് അന്നേരം നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. ആ എമൗണ്ട് ഈ 65,000ത്തിൽ നിന്ന് അങ്ങ് കുറയ്ക്കണം കേട്ടോ. അത് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം മൊബൈൽ ഫോണിന് 25,000 രൂപയാണ്. 20% പലിശയാണെങ്കിൽ നമ്മൾ 25,000ൻ്റെ 20% കാണണം. കാണുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. ആ കിട്ടുന്ന എമൗണ്ട് ഈ 25,000 കൊണ്ടങ്ങ് കുറയ്ക്കണമെന്നാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞത്. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുവരെയുള്ള കണക്ക്, ലാപ്ടോപ്പിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും സ്മാർട്ട് വാച്ചിൻ്റെയും വരെയുള്ള കണക്കാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതുവരെ ഓക്കെ ആണല്ലോ. പക്ഷേ നിങ്ങൾ കമൻ്റ് ഒന്നും പറയുന്നില്ല കേട്ടോ. കമൻറ്റ് ഇടാത്തതുകൊണ്ട് ഞാൻ ബാക്കി ഇടത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ അങ്ങ് ഇടുക കേട്ടോ. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറഞ്ഞു. അതിനല്ലേ നമ്മൾ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾക്ക് ഈ 2ാമത്തെ കണക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ പറയാമെങ്കിൽ എന്താ, നമുക്കതറിയാം. നിങ്ങളെ ഞാൻ ആ രീതിയിൽ പഠിപ്പിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. അതല്ലേ ഉള്ളൂ നിങ്ങളെ ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു ഇത് കേട്ടോ. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ. നോക്കിക്കേ, നമുക്ക് അപ്പോൾ ലാപ്ടോപ്പിൻ്റെ കണക്കുകളെല്ലാം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ നോക്കിക്കേ ചെയ്യാനുള്ള കണക്ക്. അതായത് ഒരു കച്ചവടക്കാരൻ, നമ്മുടെ ടെസ്റ്റിലെ എക്സസൈസ് എത്ര നോക്കണേ നിങ്ങളെ. വേണ്ടേ, ഇവിടെ വരെയുള്ള കണക്ക് പേജ് നമ്പർ 183ൻ്റെ ഇവിടെ വരെയുള്ള കണക്കാണ് നമ്മൾ ചെയ്തത്. നോക്കണേ, അതെ ഈ ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് ഇവിടെ വരെ അല്ലേ. ഇനി നമ്മൾ നോക്കിക്കേ, 2ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് പേജ് നമ്പർ 183ൻ്റെ 2ാമത്തെ ചോദ്യം. കണ്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാരൻ നോക്കണേ കുഞ്ഞുങ്ങളെ. 2 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും നോക്കണേ. ഒരു കച്ചവടക്കാരൻ ഓരോ മാസവും അയാൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ, ഒരു കച്ചവടക്കാരൻ, മലയാളം കേട്ടോണേ, ഓരോ മാസവും അയാൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ശമ്പളം കിട്ടില്ലേ, അയാൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 2% ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നു. 25,000 രൂപ ലാഭം കിട്ടിയ ഒരു മാസം അയാൾ എത്ര രൂപയാണ് ഇങ്ങനെ സംഭാവന കൊടുക്കുന്നത്? ചോദ്യം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ കുഞ്ഞുങ്ങളെ. കച്ചവടക്കാരൻ എന്ന് വെച്ചാൽ ബിസിനസ്മാന്. ബിസിനസ്മാന് ഡൊണേറ്റ് അല്ലേ, സംഭാവന ചെയ്യാന്ന് വെച്ചാൽ ഡൊണേറ്റ് 2% ഓഫ് ഹിസ് മന്ത്ലി പ്രോഫിറ്റ് ടു ചാരിറ്റി. ഇൻ എ സർട്ടൺ മന്ത് ഹി ഗോട്ട് 25,000. 25,000 എമൗണ്ട് എപ്പോഴും നോക്കണേ കുഞ്ഞുങ്ങളെ. പൂജ്യങ്ങളൊക്കെ കേട്ടോ, പൂജ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇടണം. ഇനി ഞാനിട്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ടെസ്റ്റിലെ നോക്കണേ. 25,000 1000 എന്നൊക്കെ പറയുമ്പോൾ 3 0 തന്നെ ഇടണം കേട്ടോ. നമ്മൾ ധൃതിക്കൊക്കെ ഇടുമ്പോഴേ ചിലപ്പോൾ 2 എണ്ണം ഇടത്തുള്ളൂ, ചിലപ്പോൾ 4 എണ്ണമൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആലോചിച്ചിട്ട് വേണം 0യുടെ എണ്ണം എഴുതാൻ കേട്ടോ. 25,000 rupees ആസ് പ്രോഫിറ്റ്. ഹൗ മച്ച് ഓഫ് ദീസ് ഡിഡ് ഹി donate to charity?
ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട്. നല്ലതുപോലെ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യത്തിൽ നോക്കിക്കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ എങ്ങനെയാ കുഞ്ഞുങ്ങളെ? ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തത് എത്രയാ? 25,000-ന്റെ 2% കേട്ടോ. ഇവിടെ മലയാളം എഴുതി വെച്ചേപ്പുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ? എന്താണ് നമ്മൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തത്? 25,000-ന്റെ 2%. എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുന്നത്? എമൗണ്ട് ഡൊണേറ്റഡ് ടു ചാരിറ്റി 2% ഓഫ് 25,000. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ കിട്ടുന്നത്? നോക്കിക്കേ, 25,000-ന്റെ 2%. ഞാൻ 0 വെട്ടാനൊക്കെ കഴിഞ്ഞ ഇതിലിട്ടതാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ നമുക്ക് എന്താ 25,000-ന്റെ 2%. നിങ്ങൾക്ക് 0 വെട്ടാൻ ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാ? നോക്കിക്കേ, 25,000 ഇൻറ്റു 2/100 എന്നല്ലേ? അപ്പം നമ്മൾ എന്താ ഓർത്തോണം, ഇത് ഫുള്ള് വരെയാണെന്ന് ഓർത്തോണം കേട്ടോ. നിങ്ങൾ ആ ക്ലൂ ഓർത്തോണേ, ഇത് ഫുള്ള്. അപ്പം മുകളിലും താഴെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കണം. മുകളിൽ എത്ര 0 ഉണ്ടോ അത്രയും 0 നമുക്ക് താഴെ വെട്ടാം. നോക്കിക്കേ, മുകളിൽ ഒരു 0, താഴെ ഒരു 0, മുകളിൽ ഒരു 0, താഴെ ഒരു 0, ഇനി ഒരു 0, ഇനി ഒരു 0. വെട്ടം ഉണ്ടോ? ഇല്ല, ചടി കയറി വെട്ടല്ലേ. 2 0 ഉള്ളൂ, ഇവിടെയും 2 0 കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? മുകളിൽ 2 0 ഉള്ളൂ, താഴെ 2 0 ഉള്ളൂ. ഇനി ആരെയൊക്കെയാണ് എടുക്കാനുള്ളത് നോക്കിക്കേ. ഒരു 250 ഉണ്ട്, ഒരു 2 ഉണ്ട്. 250 ഇൻറ്റു 2 എത്ര? 500. അപ്പോൾ എത്ര രൂപയാണ്? 500 രൂപയാണ് കേട്ടോ. മനസ്സിലായോ? അയാൾ എത്ര രൂപയാണ് സംഭാവന കൊടുക്കുന്നത്? 500 രൂപ കൊടുക്കണം. എങ്ങനെയുണ്ടോ നിങ്ങൾ ആ ചോദ്യം? നല്ലതല്ലേ? എന്ന് വെച്ചാൽ ഒരു കച്ചവടക്കാരൻ ഓരോ മാസവും അയാൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ, അയാൾക്ക് എത്ര രൂപയാണോ കിട്ടുന്നത്, ആ കിട്ടുന്നതിൻ്റെ ആ ലാഭത്തിൻ്റെ ഒരു 2% അയാൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ചാരിറ്റി കേട്ടോ സംഭാവന കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 25,000 രൂപ അയാൾക്ക് ഒരു ദിവസം ലാഭം കിട്ടി, ഒരു മാസം ലാഭം കിട്ടി. അയാൾ എത്ര രൂപയാണ് സംഭാവന കൊടുക്കുന്നത്? നിങ്ങൾ എപ്പോഴും ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ കേട്ടോ. എ ബിസിനസ് മാൻ ഡൊണേറ്റ് 2% ഓഫ് ഹിസ് മന്ത്ലി പ്രോഫിറ്റ് ടു ചാരിറ്റി. ഇൻ എ സർട്ടൺ മന്ത് ഹി ഗോട്ട് 25,000 rupees as പ്രോഫിറ്റ്. ഹൗ മച്ച് ഓഫ് ദീസ് ഡിഡ് ഹി ഡൊണേറ്റ് ടു ചാരിറ്റി? എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? നമ്മുടെ മലയാള ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നത് അയാൾക്ക് കിട്ടിയ എന്താ ലാഭം? അയാൾക്ക് കിട്ടിയ 25,000 രൂപയായിരുന്നു. അതിൻ്റെ 2% എന്ന് പറയുന്നത് എത്ര കുഞ്ഞുങ്ങളെ? അപ്പം ശതമാനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞത് എന്താ? 100 ആണ്. അപ്പം 2/100 നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഇട്ടിപ്പോൾ, അല്ലെങ്കിൽ 25,000 ഇൻറ്റു 2, 25,000-നെ 2 വെച്ച് ഗുണിച്ചിട്ട് 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 0 ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. മുകളിൽ 2 0-ഉം താഴെ 2 0-ഉം വെട്ടിപ്പോയാൽ ബാക്കി 250 ഇൻറ്റു 2 എത്ര വരും? 250 ഇൻറ്റു 2 500 രൂപ. എങ്ങനെയാ കണക്ക്? എളുപ്പമല്ലേ? എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കണേ. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ. മൂന്നാമത്തത് നോക്കണേ, ഒരു മിനിറ്റ്. ഓക്കെ നിങ്ങളെ, അടുത്ത ചോദ്യം നോക്കിക്കേ. നമ്മുടെ മൂന്നാമത്തെ പേജ് നമ്പർ 183 പേജിലെ മൂന്നാമത്തെ ചോദ്യം നോക്കണേ. പേഴ്സൺസ് ഏർണിംഗ് ബിറ്റ്വീൻ 2.5 lakh and 5 lakh annually must pay 5% of this an income tax. How much income tax should a person with annual income 3.5 lakh pay? വല്ലോ മനസ്സിലായോ? അതായത് 2.5 ലക്ഷം രൂപ മുതൽ, നിങ്ങൾ ആ ചോദ്യം മനസ്സിലാക്കണേ നിങ്ങളെ. 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനം. എന്താ നിങ്ങളെ? ആനുവൽ ഇൻകം. നമ്മൾ ഒരു വർഷം കിട്ടും. നമ്മുടെ റേഷൻ കാർഡിലൊക്കെ കണ്ടിട്ടുണ്ടോ? വാർഷിക വരുമാനം. നമ്മുടെ ഒരു വർഷം ആനുവൽ ഇൻകം അല്ലേ, വാർഷിക വരുമാനം എന്നൊക്കെ പറയും. അപ്പം അത് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉള്ളവർ 5% വരുമാന നികുതി നമ്മൾ അടയ്ക്കണം. നമ്മൾ ടാക്സ് അടയ്ക്കണം. നമുക്കൊരു വർഷം 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം വരെയാണ് നമ്മുടെ വാർഷിക വരുമാനമെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? 5% നികുതി അടയ്ക്കണം, ടാക്സ് കേട്ടോ, അടയ്ക്കണം. ഇനി 3.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടയ്ക്കണമെന്നാണ് ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ്റെ മലയാളം. മനസ്സിലായോ? 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമാണെങ്കിൽ ആ വ്യക്തി 5% നമ്മൾ എന്ത് ടാക്സ് അല്ലെങ്കിൽ നികുതി അടയ്ക്കണം. പക്ഷെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്തുവാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടയ്ക്കണം? എത്ര അടയ്ക്കണം? ചോദ്യം മനസ്സിലായോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉള്ളവർ എത്ര അടയ്ക്കാനാണ് പറഞ്ഞത്? 5%. ഈ 2.5യുടെയും 5ൻ്റെയും ഇടയ്ക്കല്ലേ കുഞ്ഞുങ്ങളെ ഈ 3.5 വരുന്നത്
അല്ലേ? 2.5-യുടെയും 5 ലക്ഷത്തിൻ്റെയും 2.5 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെയും ഇടയിലാണ് ആര് വരുന്നത്? ഈ 3.5 ലക്ഷം വരുന്നത്. അപ്പം നമുക്കും 5% അടച്ചാൽ പോരെ കേട്ടോ. ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മളോട് ചോദിച്ചത് എന്താ? 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഒരാൾ 5% ടാക്സ് അല്ലെങ്കിൽ നികുതി അടയ്ക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 3.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടയ്ക്കണമെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. 2.5 മുതൽ 5 ലക്ഷം രൂപ വരെ ഉള്ളവർ 5% അടയ്ക്കണമെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ? അപ്പം എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ? 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരുടെ വരുമാന നികുതി അടയ്ക്കേണ്ടത് 5% ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ? ഉണ്ടല്ലോ നിങ്ങളെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് 2.5-ക്കും 5-നും ഇടയ്ക്കുള്ളവർ 5% അടയ്ക്കണമെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര? 3.5 ലക്ഷം രൂപയാണ് അല്ലേ? അപ്പം നമ്മൾ 5% ചെയ്താൽ മതി. 3.5 ലക്ഷത്തിന് കേട്ടോ, ഇൻകം ടാക്സ് 3.5 ലക്ഷത്തിന് എന്ത് ചെയ്യണം? 3.5 ലക്ഷം എന്നൊക്കെ എഴുതാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ലക്ഷത്തിന് എപ്പോഴും 5 പൂജ്യമാണ്, 1000-ന് എപ്പോഴും 3 പൂജ്യമാണ്. ചാടിക്കേറി പൂജ്യം വിട്ട് കൊളവാക്കല്ലേ. 1000-ന് 3 പൂജ്യം, 10,000-ന് 4 പൂജ്യം, ലക്ഷത്തിന് 5 പൂജ്യമുണ്ട്. ലാക്കിന് 50 നമ്മളോട് പറഞ്ഞത് 3.5 ലക്ഷമാണ്. 1/2 ലക്ഷം എന്ന് വെച്ചാൽ എന്താ? 50,000-നല്ലേ നമ്മൾ 1/2 ലക്ഷം എന്ന് പറയുന്നത്. ചാടിക്കേറി എഴുതി കുളവാക്കല്ലേ. 3.5 ലക്ഷത്തിൻ്റെ 5% എത്രയാണ്? എത്ര കുഞ്ഞുങ്ങളെ? 3.5 ലക്ഷത്തിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളെ? പൂജ്യത്തിനെ വെട്ടാം. താഴെ ഒരു പൂജ്യം, മേളിലൊരു പൂജ്യം, താഴെ ഒരു പൂജ്യം, മുകളിലൊരു പൂജ്യം അല്ലേ? അപ്പം നമുക്ക് എത്ര വന്നു? വെട്ടാനുള്ള ഇനി എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? 35 0 0 × 5 അല്ലേ? അതോ കുഞ്ഞുങ്ങളെ? ഓക്കെ, 35 × 5 175 സംശയമുള്ളവർക്ക് ദാണ്ട് ഇവിടെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. 3500 × 5 എത്ര നിങ്ങളെ? 17,500 വരുന്നത് കേട്ടോ. 3500 × 5 17,500. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 17,500. മനസ്സിലായോ? നമ്മുടെ വാർഷിക നികുതി ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 17,500 രൂപ നമ്മൾ അടയ്ക്കണം. ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ട. കാരണം നമുക്ക് എന്താ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് ടാക്സ് അടയ്ക്കണം. എത്ര? 17,500. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഉത്തരവും കേട്ടോ. പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? കേട്ടോ, അത് ഞാൻ ഈ മലയാളവും കൂടി എഴുതി തരുന്നത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. എൻ്റെ എല്ലാം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. എന്താ? 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനം ഉണ്ടെന്ന് ചോദ്യത്തിലുണ്ട്. അതാണ് അവിടെ സ്റ്റെപ്പ് ഞാൻ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളെ. രണ്ടാമത്തെ ചോദ്യം. അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം കേട്ടോ. പേഴ്സൺസ് ഏർണിംഗ് ബിറ്റ്വീൻ 5 and 10 lakhs ഷുഡ് പേ 5% ഓഫ് 5 lakh and 20% of excess over 5 lakh. How much income tax should a person with annual income 7 and a half lakh pay? ഇവിടെ ഒരു ഇതുണ്ടോ നിങ്ങളെ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നോക്കണേ നിങ്ങളെ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് 7.5 ലക്ഷത്തിൻ്റെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ചോദ്യത്തിൽ 7 and a half lakh എന്നാണ്. ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ക്വസ്റ്റ്യനിൽ 7 and a half lakh പേ എന്ന് വെച്ചാൽ 7.5 ലക്ഷത്തിൻ്റെ കാണാനാണ്. മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്താവും നിങ്ങളെ? 7 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം കാണാനാണ്. ചോദ്യം നല്ലതുപോലെ കേൾക്കണേ നിങ്ങളെ. ചോദ്യം എന്താണ്? 5 ലക്ഷം രൂപ മുതൽ, മുമ്പ് നമ്മൾ 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് 5% എന്നാണ് മുമ്പ് ഇതിന് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ. ഇത് നോക്കിയേ, 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ 5% കേട്ടോ. വരുമാനമുള്ളവർ 5 ലക്ഷത്തിൻ്റെ 5% കാണണം. 5 ലക്ഷമാണെങ്കിൽ 5%, പിന്നെ മിച്ചമുള്ള തുക എന്ന് വെച്ചാൽ ബാക്കി എത്ര ആണോ വരുന്നത് അതിന് 20% നമ്മൾ നികുതി അടയ്ക്കണമെന്ന് വല്ലോ മനസ്സിലായോ? അതായത് നമുക്ക് 7 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടയ്ക്കണമെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇവരതിനകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞ 5 ലക്ഷം രൂപ ഉള്ളവർ 5% നികുതി അടയ്ക്കേണ്ടത്. ഇനി അതിൽ കൂടുതലുള്ള ഇപ്പോൾ 7 ലക്ഷമോ 8 ലക്ഷമോ 9 ലക്ഷമോ ഒക്കെ ആണെങ്കിൽ 20% അടയ്ക്കണമെന്ന്. 20% കൂടെ 5 ലക്ഷത്തിൻ്റെ 5% കാണണം. പിന്നെ അധികം ഉള്ളവർ ഈ 20% കാണണമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാനിങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളോ? ഒന്നുകൂടെ പറയണോ നിങ്ങളെ? അതായത് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ
ഈ 5 ലക്ഷം മാത്രം, ഇപ്പം 5 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഇടുകയാണെങ്കിൽ 5% എന്താ തുകയ്ക്ക് ഞാൻ നികുതി അടയ്ക്കും. 5 ലക്ഷത്തിൻ്റെ 5% അടച്ചാൽ മതി. 5 ലക്ഷത്തിന് 5% അടച്ചാൽ മതി. ഇനി 5-ൽ കൂടുതലാണെങ്കിൽ, ഇപ്പം എനിക്ക് 6 ലക്ഷം ഉണ്ടെങ്കിൽ അല്ലെ 7 ലക്ഷം ഉണ്ടെങ്കിൽ എന്താ ഞാൻ ഈ 5 ലക്ഷത്തിൻ്റെ 5 കണ്ടിട്ട് ബാക്കി എനിക്ക് എത്ര ഉണ്ടോ, ഇപ്പോൾ 6 ലക്ഷം ആണെങ്കിൽ വീണ്ടും അതിൽ 1 ലക്ഷവും കൂടെ വരുന്നില്ലയോ, കാരണം 5 ലക്ഷത്തിനേ ഉള്ളൂ 5%. പിന്നെ എനിക്ക് 6 ലക്ഷമാണെങ്കിൽ 1 ലക്ഷവും കൂടെ അധികം വരുമ്പോൾ ആ 1 ലക്ഷത്തിന് 20% കാണണമെന്ന്. കേട്ടോ, ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുമ്പം ചിലപ്പം പുകഞ്ഞു പോയി നിൽക്കുവാണെങ്കിൽ കേട്ടോ. അതായത് നോക്കൂ നിങ്ങളെ, മലയാളം മീഡിയക്കാർക്ക് ഇവിടെ എന്താ നിങ്ങളെ 7 ലക്ഷത്തിൻ്റെയാണ് കാണേണ്ടത് കേട്ടോ. അത് അങ്ങനെ ഒരു ട്വിസ്റ്റ് ഈ ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. മലയാളം മീഡിയം നോക്കിയോ നിങ്ങളെ, 7 ലക്ഷം രൂപയുടെ കാണാനാണെങ്കിൽ എന്താ 7 ലക്ഷം എന്ന് പറയുന്നത് 5 ലക്ഷം അധികം 2 ലക്ഷമാണ് 7 ലക്ഷം. എന്തിനായി 5 ലക്ഷവും 2 ലക്ഷവും എഴുതിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണെന്നറിയാമോ, 5 ലക്ഷം രൂപയ്ക്ക് 5% ഉള്ളെന്ന് അവർ പറഞ്ഞായിരുന്നു. ഇനി 5-ൽ കൂടുതലുണ്ടെങ്കിൽ 20% അടയ്ക്കണമെന്ന്. അപ്പം നമുക്ക് 7 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയ്ക്ക് 5% വെച്ച് നമുക്ക് ചെയ്യാം. 5 ലക്ഷം രൂപയ്ക്ക് 5%. ബാക്കി എൻ്റെ 2 ലക്ഷം ഉണ്ട്, കാരണം 7 ലക്ഷമല്ലായിരുന്നോ. ബാക്കി 2 ലക്ഷം രൂപയ്ക്ക് അവർ 20% എന്നോട് പറഞ്ഞത്. 20%. അപ്പം പിടികിട്ടിയോ? 5 ലക്ഷത്തിന് മാത്രമേ അവർ 5%, 5 ലക്ഷം വരെ ഉള്ളൂ 5%. ബാക്കി നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിന് 20% തരണമെന്ന്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? 5 ലക്ഷം അധികം 2 ലക്ഷം. ഇനി എനിക്കിവിടെ 8 ആയിരുന്നെങ്കിലോ 5 ലക്ഷം അധികം 3 ലക്ഷം. 9 ആയിരുന്നെങ്കിലോ 5 ലക്ഷം അധികം 4 അല്ലേ, 5 4 9 ലക്ഷം. അത് ആ ഒരു ഇത് നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പം നമ്മളെന്താ 5 ലക്ഷത്തിൻ്റെ 5%, 2 ലക്ഷത്തിൻ്റെ ഈ 2 ലക്ഷം വന്നതിന് സംശയമില്ലല്ലോ, കാരണം എന്താ 5-ഉം 2-ഉം 7 ലക്ഷം. ഒത്തിരിയായിട്ട് പറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളെ? അതായത് ചിലപ്പോൾ ഇനി ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. ഈ 7 ലക്ഷമാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 5 ലക്ഷത്തിന് മാത്രമേ ഉള്ളൂ 5%. ബാക്കി എത്ര വന്നാലും അതിന് 20% ആണെന്നാണ്. അപ്പം നമ്മൾ 7 ലക്ഷം ആയതുകൊണ്ട് 5 ലക്ഷത്തിന് 5 എടുത്തു, ബാക്കി വന്ന 2 ലക്ഷത്തിന് 20 എടുത്തു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ 5 ലക്ഷത്തിൻ്റെ 5%-ന് 0, താഴെ ഒരു 0 വെട്ടി മേലിലൊരു 0 വെട്ടി, താഴെ ഒരു 0 വെട്ടി മേലിലൊരു 0 വെട്ടി. ബാക്കി എന്തോ ഉണ്ടോ നിങ്ങളെ? ബാക്കി ഒരു 5000 ഇവിടെ ഉണ്ട് വെട്ടാനുള്ള അല്ലേ, ഇവിടെ ഒരു 5-ഉമുണ്ട് അല്ലേ, ബാക്കിയെല്ലാം വെട്ടിപ്പോയില്ലേ. അപ്പം 5 5 25. ഇനി എത്ര 0 ഉണ്ട്? 1 2 3 3 0. ഇതൊക്കെ എളുപ്പ വഴിയാട്ടോ. 5 × 5 25 അല്ലേ. പിന്നെ എത്ര 0 ഉണ്ട്? 1 2 3 0. ഓക്കെ ആണോ? അപ്പോൾ അത് നമുക്ക് കിട്ടി, 5%-ൻ്റെ കിട്ടി. ഇനി ഒരു 2 ലക്ഷത്തിന് 20%. 2 ലക്ഷം നമ്മളിതാ മേളിൽ ഒരു 0 വെട്ടി, താഴെ ഒരു 0 വെട്ടി. പിന്നെ നോക്കൂ നിങ്ങളെ, ഇവിടെ 20-ന് ഒരു 0 ഉണ്ടല്ലേ. ആ 0 മേളിൽ കിടക്കുന്ന ഏത് വേണമെങ്കിലും വെട്ടാം. നിങ്ങൾ വിചാരിക്കും ഇത് വെട്ടിക്കൂടായോ എന്ന്. അന്നേരം ഇത് വെട്ടരുത് കേട്ടോ, ഏതെങ്കിലും 2 എണ്ണേ വെട്ടാവേ കേട്ടോ. അപ്പോൾ ഇനി എന്താ നോക്കിയേ, ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 2 ഇട്ട് നോക്കണോ നിങ്ങൾ. ഇവിടെ ഇനി ബാക്കി എത്ര ഉണ്ട്? 2, ഇവിടെ 3, ഇവിടെ ഒരു 4 0 ഉണ്ടാവും നിങ്ങൾ കേട്ടോ. ഞാനിപ്പോൾ ഇപ്പുറത്ത് കയറി വെട്ടിപ്പോയത് കൊണ്ടാണ്. ഇവിടെ എത്ര 0 ഉണ്ട്? 1 2 3 4 0 ഉണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? 2 1 2 3 4 0 ഉണ്ട്. ഇൻറ്റു 2 കേട്ടോ, ഇൻറ്റു 2. അപ്പോൾ എത്ര? 2 2 4. പിന്നെ എത്ര 0 ഉണ്ട്? 1 2 3 4 0. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 25,000 40,000 കൂട്ടിയപ്പം 65,000 എന്താ നിങ്ങളെ മലയാളം മീഡിയത്തിൻ്റെ 7 ലക്ഷത്തിൻ്റെ ആൻസർ കേട്ടോ. കാരണം അവർക്ക് 7 ലക്ഷമാണ് പറഞ്ഞത്, അവരുടെ ആൻസർ 65,000. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നോക്കൂ നിങ്ങളെ, അവർക്ക് 2.5 ലക്ഷത്തിലാണ് എന്ന് വെച്ചാൽ 7.5 ലക്ഷത്തിനാണ് അല്ലേ. ക്വസ്റ്റ്യൻ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അവർക്ക് 7.5 ലക്ഷം ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ 5 ലക്ഷം, പിന്നെന്താ 2.5 ലക്ഷം. അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴല്ലേ 7.5 ലക്ഷം വരത്തുള്ളൂ. അപ്പോൾ 5 ലക്ഷത്തിനേ ഉള്ളൂ 5%. അതിൻ്റെ ചെയ്തപ്പോൾ മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ എന്താ 25,000 രൂപ വന്നു അല്ലേ. കാരണം നമ്മളിവിടെ ചെയ്ത 25,000 വന്നത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങളെ വെട്ടി വെട്ടി ചെയ്താൽ മതി കേട്ടോ. വെട്ടാനൊക്കെ അറിയാലോ. ഈ 0 അല്ല, ഇതിനെ ഇത് വെട്ടി, ഇതിനെ ഇത് വെട്ടി, 5 5 25 അല്ലേ. ബാക്കി 5000 × 5 എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും 25,000 ഏതൊരു നോക്കുന്ന കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാവത്തക്കരില്ല. ഇവിടെ നോക്കിയാൽ 20 എങ്ങനെയാവും നിങ്ങളെ? ഈ 0 പോയി, ഈ 0 പോയി. ബാക്കി എത്ര ഉണ്ട്? 25,000 × 2 എത്ര? 25 2 50 ആണ്. ബാക്കി ഒരു 3 0 കൂടെ ഉണ്ട്. ആ 3 0 കൂടി ഇട്ടു.
25 × 2 50 പിന്നെ ഒരു 3 0 ഉണ്ട്, അത് ഇവിടെ ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 25,000 കിട്ടി, 50,000 കിട്ടി. രണ്ടും കൂടെ എത്ര കുഞ്ഞുങ്ങളെ? 75,000. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നല്ലതുപോലെ എഴുതിയെടുക്കണേ, കാരണം രണ്ടുപേർക്കും ഒരു 500,000 വ്യത്യാസം രണ്ട് പേർക്കും ഉണ്ട്. അപ്പോൾ മലയാളം മീഡിയത്തിനാണെങ്കിൽ 65,000 ആണ് കുഞ്ഞുങ്ങളെ എൻ്റെ ആൻസർ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എത്ര? 75,000 ആണ് ആൻസർ വരുന്നത് കേട്ടോ. കാരണം ഒരു 50,000 ഡിഫറൻസ് കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ 5 ലക്ഷത്തിൻ്റെ ഇനി ഏതാ കുഞ്ഞുങ്ങളെ? നോക്കിയാൽ അത് ചെയ്തു. അടുത്ത് നോക്കിയേ, മറ്റ് ചില ശതമാനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ടെസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് പണമിടപാടുകൾ മാത്രമല്ല മറ്റു പല സന്ദർഭങ്ങളിലും ശതമാന കണക്ക് നമ്മൾ പറയാറുണ്ട്. ഉദാഹരണമായിട്ട് 450 കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയ്ക്ക് ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങളെ. 400 ടെസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 450 കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയിൽ 80% കുട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്ന്? പരീക്ഷയിൽ 80% എന്ന് എവിടെ കേട്ടാലും നിങ്ങൾ എന്താ കുഞ്ഞുങ്ങൾ എഴുതേണ്ടത്? 80/100 എന്ന് എഴുതിക്കോണം കേട്ടോ. ഇനി നോക്കിക്കേ, 80/100 എന്ന് എഴുതിയാൽ നമുക്ക് അതിനെ എന്താക്കാം കുഞ്ഞുങ്ങളെ? നമ്മൾ പഠിച്ചതാണ്, മേലിൽ 0 ഉണ്ട്, താഴെ 0 വെട്ടിപ്പോവും. ബാക്കി എന്തുണ്ട്? 8/10. ഇനി ഈ 8/10 വീണ്ടും നമുക്ക് ചുരുക്കി കൂടായോ? ഏതാ എത്ര വരും കുഞ്ഞുങ്ങളെ? 4/5 എന്ന് വരും. എന്തെങ്കിലും സംശയം ഉണ്ടോ അതിന്? നമ്മളൊക്കെ എപ്പോഴും പെർസെൻറ്റേജിൽ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ മുമ്പ് ഫസ്റ്റ് ഇതിൽ പറഞ്ഞില്ലേ റെഡ്യൂസ് ചെയ്യാൻ അല്ലേ? എന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം നിങ്ങൾ ചോദിക്കും ഈ 80 ഇട്ട് ചെയ്താൽ കിട്ടത്തില്ലോ? അന്നേരം കിട്ടും, പക്ഷെ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോവസ്റ്റ് ഫോമിലോട്ട് അല്ലെ ചെറിയ ഫോമിലോട്ട് മാറ്റുന്നത്. ഓക്കെ ആണോ? അപ്പം നമുക്ക് എന്താ 450 കുട്ടികളാണ് നമുക്കുള്ളത് അല്ലേ? 450 കുട്ടികളെ നമ്മൾ ഈ പെർസെൻറ്റേജിനെ അല്ലെ ശതമാനത്തിനെ നമ്മൾ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റിയപ്പോൾ ഒന്ന് 80/100 വെച്ച് തന്നെ ചെയ്താലും കിട്ടും കേട്ടോ. നമ്മളതിനെ ചെറിയ ഫോമിലോട്ട് മാറ്റാമെങ്കിൽ എളുപ്പം ചെയ്യാൻ വേണ്ടി 4/5 ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 360 കിട്ടും. അത് ടെസ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിലേ അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? ഒരു പരീക്ഷ എഴുതിയപ്പോൾ 360 പേര് ജയിച്ചു. കുഞ്ഞുങ്ങളെ 360 പേര് ജയിച്ചു. ഇത് എഴുതിയവരുടെ 75%. മൊത്തം എഴുതിയവരുടെ 75% ഈ 360 പേരെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പേരാണ് പരീക്ഷ എഴുതിയത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ നല്ലതുപോലെ ആലോചിച്ച് എഴുതണം. എന്ന് വെച്ചാൽ ആകെ എത്ര പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയെന്നാണ് ചോദ്യം. അതിൽ തന്നെ കേട്ടോ ഇതുവരെ നമുക്കിതങ്ങ് കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ ചോദ്യം നല്ലതുപോലെ കേൾക്കണേ നിങ്ങൾ. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ ഈ ചോദ്യം കേൾക്കണേ. ഒരു പരീക്ഷ എഴുതിയവർ 300 ഒരു പരീക്ഷ എഴുതി, പക്ഷേ എത്ര പേരാണ് എഴുതിയെന്ന് നമ്മളോട് പറയുന്നില്ല. 360 പേര് ജയിച്ചു എന്നേ പറയുന്നുള്ളൂ. എന്താ ഞങ്ങളെ പരീക്ഷയ്ക്ക് എത്ര പേര് എഴുതിയെന്ന് നമ്മളോട് പറയുന്നില്ല, പക്ഷെ ജയിച്ചത് 360 പേരാണ്. എഴുതിയവരുടെ എണ്ണം പെർസെൻറ്റേജിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. എഴുതിയവരുടെ എണ്ണം 75. എഴുതിയവർ 75% അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പേരാണെന്ന് 75% എന്ന് കേട്ടാലേ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റണം? 75/100 ആണെന്ന് അറിയണം അല്ലേ? അപ്പോൾ 75/100 നമ്മൾ ഫസ്റ്റിൽ റെഡ്യൂസ് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? എപ്പോഴും പെർസെൻറ്റേജ് വരുന്നതിനെ ചെറിയ ഫോമിലോട്ട് മാറ്റിയോ. ഈ 75ഉം 100ഉം ഏതിൻ്റെ ടേബിളിൽ വരും കുഞ്ഞുങ്ങളെ? 25ൻ്റെ ടേബിളിൽ വരും അല്ലേ? നമ്മളത് പറഞ്ഞതാ. ഒരു 25, 25, 2 25, 50, 3 25, 75, 4 25, 100. ഇത് കാണാതെ പഠിക്കണേന്ന് ഞാൻ പറഞ്ഞതാ കേട്ടോ. 25ൻ്റെ 20ൻ്റെ ഒക്കെ, കാരണം എളുപ്പം അത് പഠിക്കുക അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര? 3 25 75, 4 25 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 3/4 എന്ന് കിട്ടി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ? ആകെ എത്ര പേരാണ് പരീക്ഷ എഴുതിയെന്നാ കേട്ടോ. നമ്മളോട് ചോദിച്ചാൽ എന്താ? ആകെ ഇത് നമ്മൾ പെർസെൻറ്റേജിനെ നമ്മൾ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റിയെന്ന് മാത്രമേ ഇപ്പം നമ്മൾ ചെയ്തുള്ളൂ. നമ്മളോട് ചോദിച്ചാൽ എന്താ? ആകെ എത്ര പേരാ പരീക്ഷ എഴുതിയെന്നാ. അപ്പം എന്ത് ചെയ്യുന്നറിയോ? ഈ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനത്തിനെ നേരെ റെസിപ്രോക്കൽ, ഓർമ്മയുണ്ടോ? വിപരീത ഭിന്നങ്ങൾ എന്നൊരു പാഠം പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങളെ? ആ ഒരു ഫോമിലോട്ട് അങ്ങ് മാറ്റണം. നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. ആകെ മൊത്തം എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ മാത്രമേ തലതിരിച്ചിടാവേ കേട്ടോ. റെസിപ്രോക്കലിലോട്ട് മാറ്റാവൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരും, ഇത് എപ്പോഴായിരിക്കും ഈ തലതിരിച്ചിടേണ്ടത് അല്ലേ? റെസിപ്രോക്കലിലോട്ട് മാറ്റേണ്ടത് ഏത് അവസ്ഥയിലായിരിക്കുമെന്ന്. ഈ ഒരു ചോദ്യം സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യമേ ഉള്ളൂ ഇതിനകത്തിൽ കേട്ടോ. വേറെ ഒന്നും റെസിപ്രോക്കൽ ഇല്ല. നിങ്ങളപ്പോൾ ആ ഒരു മോഡൽ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. 36 പേര് ജയിച്ചായിരുന്നു. എഴുതിയവരുടെ എണ്ണം 75 ആയിരുന്നു. ആകെ എത്ര പേരാണ് പരീക്ഷ എഴുതിയെന്ന് ചോദിച്ചതിലാണ് റെസിപ്രോക്കൽ വന്നത് കേട്ടോ.
കേട്ടോ നിങ്ങളെ. ആ ഒരു മോഡൽ, ഇത് ഈ കണക്ക് കാണാതെ പഠിക്കാന്നല്ല, ആ ഒരു മോഡൽ നല്ലതുപോലെ കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, മോഡൽ. കാരണം ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ചോദ്യം. അപ്പോൾ ഈ വേറെ ഒന്നിലും നമുക്ക് റെസിപ്രോക്കൽ പറയുന്നില്ല കേട്ടോ. അപ്പം 360 ഇൻറ്റു 4/3 നേരെ 3/4 റെസിപ്രോക്കൽ മാറ്റിയപ്പോൾ അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, വെട്ടി ചെയ്യാവുന്നവർക്ക് വെട്ടി ചെയ്യാം. അതായത് എന്താ, 1 3 3 12 അല്ലേ, 1 3 3 2 ഓക്കെ. 120 ഇൻറ്റു 4 480. വെട്ടി ചെയ്യാൻ അറിയാവുന്നവർ ചെയ്താൽ മതി. ഇല്ലാത്തവർക്ക് 360നെ 4 വെച്ച് ഇൻറ്റു ചെയ്തിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടുകൊണ്ട് ഇനി നമ്മൾ അത്രയും സമയം കളയണ്ട. ഓക്കെ ആണോ നിങ്ങൾ? കാരണം അതൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ. അപ്പം നമുക്ക് അതിലെ എക്സസൈസ് കൂടെ അങ്ങ് ചെയ്തിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നോക്കിയേ, ഒരു സ്കൂളിലെ 50 അധ്യാപകരിൽ 80% സ്ത്രീകളാണ്. ഞാനത് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ? നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? എക്സസൈസ് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഒരു സ്കൂളിലെ 50 അധ്യാപകരിൽ, ടീച്ചറിലെ അതിൽ 80% സ്ത്രീകളാണ്. നിങ്ങളുടെയൊക്കെ സ്കൂളിൽ നിങ്ങളുടെ മാത്സ് പഠിപ്പിക്കുന്നത് ടീച്ചറാണോ സാറാണോ കുഞ്ഞുങ്ങളെ? നിങ്ങളുടെ സ്കൂളിലെ മാത്സ് നിങ്ങളുടെ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. നിങ്ങളെ മാത്സ് പഠിപ്പിക്കുന്നത് ടീച്ചറാണോ അതോ സാറാണോ കേട്ടോ? അത് നോക്കി, ഇവിടെ ഒരു സ്കൂളിലെ 50 അധ്യാപകരിൽ 80% സ്ത്രീകളാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര അധ്യാപികമാരുണ്ട്? Of the 50 teachers in a school, 80% are women. How many female teachers are there in the school? ഇങ്ങനെയാവും നിങ്ങളെ. അപ്പം നമുക്ക് ഓൾറെഡി എത്ര പെർസെൻറ്റേജ് ആണ്? നിങ്ങൾ എപ്പോഴും ഈ ഒരു ക്ലൂ ഓർത്ത് വെച്ച് വേർഡ് പ്രോബ്ലം തരികയാണെങ്കിൽ പെർസെൻറ്റേജ് ഓൾറെഡി വേർഡ് പ്രോബ്ലം ആവും നിങ്ങളെ. അപ്പം പെർസെൻറ്റേജിനെ ഫസ്റ്റിൽ ഇങ്ങനെ എടുക്കുക. പെർസെൻറ്റേജ് ഇവിടെ എത്ര ആവും നിങ്ങളെ? 80% ആണ്. ഫസ്റ്റ് അതിനെ അങ്ങ് എന്ത് ചെയ്യുക? ഈ പെർസെൻറ്റേജിനെ എടുത്ത് റെഡ്യൂസ് ചെയ്യുക കേട്ടോ നിങ്ങളെ. ഇതെന്നല്ല, ഏത് കണക്ക് നിങ്ങളോട് ചോദിച്ചാലും പെർസെൻറ്റേജിൽ തരുന്ന കണക്കിനെ നിങ്ങൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് ഫോമിലോട്ട് അങ്ങ് മാറ്റുക. പിന്നെ ബാക്കിയുള്ളത് ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കേ, നമ്മളോട് 80% എന്നാണ് പറഞ്ഞത്. ഏതാ? സ്ത്രീകൾ 80% അല്ലെ, വുമൺ 80. അപ്പം നമ്മൾ പെർസെൻറ്റേജ് എന്ന് കേട്ടാൽ എന്താ നമ്മൾ പഠിച്ചു അല്ലേ? 80/100 80/100നെ നമ്മൾ ലോവസ്റ്റിലോട്ട് മാറ്റാൻ എന്താ നിങ്ങളെ? മേളിൽ കിടക്കുന്ന ഒരു 0വും താഴെ കിടക്കുന്ന ഒരു 0വും വെട്ടിപ്പോവും. ബാക്കി എത്ര ഉണ്ട്? 8/10. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇനി എന്തോ ചെയ്യേണ്ടതെന്നല്ലേ കുഞ്ഞുങ്ങളെ? ഒന്നും ആലോചിക്കേണ്ട, രണ്ടെണ്ണവും ഏത് ടേബിളിൽ വരുന്നു എന്നാണ്. എന്താ കുഞ്ഞുങ്ങളെ? ഈ 8ഉം 10ഉം ഏതിൻ്റെ ടേബിളിൽ വരുന്നു എന്ന് അറിഞ്ഞാൽ മതി. നോക്കി, 8ഉം 10ഉം 2ൻ്റെ ടേബിളിൽ വരും. രണ്ടെണ്ണം ഒരേ ടേബിളിൽ തന്നെ വന്നെങ്കിൽ മാത്രമേ വെട്ടാവൂ. അതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞതാണ്. ചാടിക്കേറി എല്ലാം അങ്ങ് വെട്ടി പോകരുത്. ഈ മുകളിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ ടേബിളിൽ വരണം. ഇത് രണ്ടും 2ൻ്റെ ടേബിളിൽ വരും. എത്ര കുഞ്ഞുങ്ങളെ? 4 2 8 ആണ്, 5 2 10 ആണ് അല്ലേ? ഇതിൻ്റെ ഹാഫ് 8ൻ്റെ ഹാഫ് 4 ആണ്, 10ൻ്റെ ഹാഫ് 4 ആണ്. കാരണം 2ൻ്റെ നേർപകുതി 2ൻ്റെ ടേബിളിൽ വരും. അപ്പം നമുക്ക് എത്ര കിട്ടി? 4/5 എന്ന് കിട്ടി. 4/5 വന്നത് ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ആകെ ഇവിടെയുള്ള അധ്യാപകരുടെ പേര് അവർ പറയുന്നത് 50 പേരാണ്. നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട് ഒരു സ്കൂളിൽ 50 അധ്യാപകരുണ്ടെന്ന് ആണല്ലോ. അപ്പം നമുക്ക് എന്താ എന്നെ റെഡ്യൂസ് ചെയ്തത്? 50 ഇൻറ്റു 4/5, 5 4 20, 200/5 40. അവിടെ എത്ര ഉണ്ട്? ഇവിടെ നമ്മളോട് ചോദിച്ചാൽ എത്ര അധ്യാപികമാരുണ്ടോ നിങ്ങളെ? 40 അധ്യാപികമാരുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് മൊത്തം എത്ര? 40 പേര് കേട്ടോ. 80% സ്ത്രീകളാണെന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ? ഒരു സ്കൂളിലെ 50 അധ്യാപകരിൽ 80% സ്ത്രീകളാണ് എങ്കിൽ അവിടെ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? എത്ര? 40 പേരും. 50 അധ്യാപകർ, സ്കൂളിലെ 50 അധ്യാപകരിൽ 40 പേരും നമ്മുടെ ടീച്ചേഴ്സാണ് കേട്ടോ. സാറുമാരവിടെ ബാക്കി എത്ര? 40, ബാക്കി 10% ഉള്ളൂ. എന്താ? അല്ല 20%, 80% സ്ത്രീകൾ, ബാക്കി 20% മാത്രമേ ഉള്ളൂ എന്താ നിങ്ങളെ? സാറുമാർ കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 40 ടീച്ചേഴ്സ് കേട്ടോ. നല്ലപോലെ അത് മനസ്സിലായല്ലോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. 2 പേർ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ, നല്ലപോലെ മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. 2 പേർ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ 1450 പേര് വോട്ട് ചെയ്തു. നോക്കണേ, ഇലക്ഷനാണ്. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്നോ? ലീഡറെ മോണിറ്ററൊക്കെ തിരഞ്ഞെടുത്തോ കുഞ്ഞുങ്ങളെ? 2 പേര് മത്സരിച്ച 2 പേരെ ആകെ മത്സരിച്ചുള്ളൂ. നമ്മുടെ സ്കൂളിൽ ലീഡറെ മോണിറ്ററേയും തിരഞ്ഞെടുക്കത്തില്ലേ? അതുപോലെ 2 പേർ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ 1450 പേരാണ് വോട്ട് ചെയ്തത്. ജയിച്ച സ്ഥാനാർത്ഥിക്ക് 52% വോട്ട് കിട്ടി.
കിട്ടി. ജയിച്ച ആൾക്ക് എത്ര കിട്ടി? അതായത് പകുതിയിൽ കൂടുതൽ വോട്ടും ജയിച്ച ആൾക്ക് കിട്ടി. 50% ആകുമ്പോഴാണല്ലോ പകുതി വരുന്നത് അല്ലേ? അപ്പോൾ പകുതിയിൽ കൂടുതൽ എന്താ ജയിച്ച ആൾക്ക് കിട്ടി. 52% വോട്ട് കിട്ടി. ഇനി ജയിച്ച ആൾക്ക് അപ്പോൾ എത്ര വോട്ട് കിട്ടി എന്ന് പെർസെൻറ്റേജ് അല്ലേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി അല്ലേ? എത്ര വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അവർ ജയിച്ചത് എന്ന ഇംഗ്ലീഷ് ചോദ്യം വേണോ നിങ്ങളെ? ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അതായത് നോക്കണേ നിങ്ങളെ, അഥവാ ഉള്ളവർ 1450 persons voted in an elections contested by 2 persons. The winner got 52% of the vote. How many vote did he get? By how many vote did he win? കേട്ടോ, ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ജയിച്ച സ്ഥാനം നമ്മൾ എപ്പോഴും പറഞ്ഞു ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ആദ്യ പെർസെൻറ്റേജിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങളെ, പെർസെൻറ്റേജ് നമുക്ക് എത്ര തന്നെ 52%. ജയിച്ച സ്ഥാനാർത്ഥികളുടെയാണ് 52% തന്നത് അല്ലേ? അപ്പോൾ 52/100 ഏതിൻ്റെ ടേബിളിൽ വരുമെന്ന് നോക്കുക. നമുക്കറിയാം എന്താ, 2ൻ്റെ നേർപകുതി 2ൻ്റെ ടേബിൾ വെച്ച് ചെയ്യാം. 2ൻ്റെ നേർപകുതി എങ്ങെടുത്താലും മതി, അറിയത്തില്ലെങ്കിൽ പകുതി വെക്കാൻ അറിയാമല്ലോ. 52ൻ്റെ പകുതി 26 ആണ്, 100ൻ്റെ പകുതി 50 ആണ്. ഇനി 26ഉം 50ഉം 2ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ കുഞ്ഞുങ്ങളെ? 13 2 26, 25 2 50. 13 ഒരു പ്രൈം നമ്പർ, അതിനെ നമുക്ക് എന്താ ഒരു ടേബിളിലും പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടെ അങ്ങ് നിർത്തിയതാ 13/25 ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റി. എപ്പോഴും ഞാൻ പറഞ്ഞു വേർഡ് പ്രോബ്ലം അല്ലെ ശതമാനത്തിൻ്റെ കണക്ക് വരുമ്പോൾ ശതമാനം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ഏറ്റവും ചെറിയ ഫോമിലോട്ട് മാറ്റണം കേട്ടോ, എന്നിട്ടേ ചെയ്യാവേ. ഇവിടെ നോക്കിയേ, ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ട് അപ്പം എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? 1450 എന്താ പേരാണ് വോട്ട് ചെയ്തത് അല്ലേ? 1450 ഇൻറ്റു ഇപ്പം നമുക്ക് കിട്ടിയ 13/25 എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാമല്ലോ, ശതമാനം അല്ലേ? ഈ പെർസെൻറ്റേജിനെ മാറ്റിയ അതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1450 ഇൻറ്റു 13 ചെയ്യുക കേട്ടോ. ചെയ്യണേ നിങ്ങളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇൻറ്റു ചെയ്യാനൊക്കെ അറിയാമല്ലോ, 7ാം ക്ലാസ് ആയില്ലയോ ഇല്ലയോ? 0 3 0 5 3 15 ശിഷ്ടം 1 4 3 12 1 13 ശിഷ്ടം 1 1 3 3 1 4 0 1 0 1 5 5 1 4 4 1 1 1 0 5 4 5 3 8 4 4 8 1 18,850 ആണ് നമുക്ക് കിട്ടുന്നത്. ഏതാ? 1450നെ 13 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ഇനി താഴെ ആര് കിടപ്പുണ്ട്? ഒരു 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 18,850നെ 25 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ? ഡിവൈഡ് ചെയ്യാൻ നല്ലപോലെ അറിയത്തില്ലല്ലോ. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അവിടെ നോക്കി 25 വെച്ച് 18 പറ്റത്തില്ല. അപ്പം നമ്മൾ 188-നകത്തിൽ 7 25 175 188 175 പോയാൽ 13. ഇവിടെ ഒരു 5 താത്തിറക്കി, അപ്പം 135. 5 25 125 135 125 പോയാൽ ബാക്കി 10. ഇനി താത്തിറക്കാൻ വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ താത്തിറക്കിയപ്പോൾ 100 എത്ര? 25 4 100 ബാലൻസ് 0. അപ്പോൾ എത്ര? 754 കിട്ടി. ഇത് 754 കിട്ടി. ഇനി തോറ്റയാളിന് കിട്ടിയ വോട്ട് എത്ര കുഞ്ഞുങ്ങളെ? 754 അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി തോറ്റയാളല്ലേ കുഞ്ഞുങ്ങളെ? മൊത്തം വോട്ട് എത്ര ആയിരുന്നു കുഞ്ഞുങ്ങളെ? 1450 ആയിരുന്നു. അതിൽ എത്ര ജയിച്ച ആൾക്ക് കിട്ടിയത്? എത്ര? 754 വോട്ടാണ് ജയിച്ച ആൾക്ക് കിട്ടിയത്. അപ്പോൾ തോറ്റ ആൾക്ക് എത്ര ആയിരിക്കും? അതിൻ്റെ ബാക്കിയല്ലേ 1450 754 പോയാൽ 696 വോട്ടായിരിക്കും എന്താ തോറ്റയാൾക്ക് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ജയിച്ച ആൾക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് അറിയാമല്ലോ, സംശയമില്ലല്ലോ. ജയിച്ച ആൾക്ക് അത്രയാണെങ്കിൽ തോറ്റയാൾക്ക് എന്താ? ഈ മൊത്തം വോട്ടിനെ ജയിച്ചത് അങ്ങ് കുറച്ചാൽ തോറ്റയാൾ കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചു അവർ തങ്ങളുടെ ഡിഫറൻസ് എത്രയാണ്? ജയിച്ച ആൾക്ക് 754 ആയിരുന്നു, തോറ്റയാൾക്ക് 696 അങ്ങനെയാണെങ്കിൽ അവർ തങ്ങളുള്ള വ്യത്യാസം 58 വോട്ടിനായിരുന്നു തോറ്റുപോയത്. 58 വോട്ടിന് ആരുടെ പിള്ളേർ ചതിച്ചില്ലേ? 58 പേര് ഇല്ലേ? ഓക്കെ ആണോ കുഞ്ഞിലെ? 58 കിട്ടിയതിന് സംശയമൊന്നുമില്ലല്ലോ. ജയിച്ച ആളും തോറ്റ ആളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പം നമുക്ക് എത്ര കിട്ടി? 58 വോട്ട്. ഓക്കെ ആണേ? ഓക്കെ കുഞ്ഞുങ്ങളെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. 1200 പേര് എഴുതിയ ഒരു പരീക്ഷയിൽ 65% പേര് A ഗ്രേഡ് കിട്ടി. എന്നാ നോക്കിക്കേ,
എ ഗ്രേഡൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങളെ? ഞങ്ങളൊക്കെ ഇത്രയും കിടന്ന് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എ ഗ്രേഡ് മേടിക്കണം കേട്ടോ. ഇത്രയും ഞങ്ങളൊക്കെ പറഞ്ഞു തരാനില്ലേ നിങ്ങളെ? സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നു, ട്യൂഷൻ്റെ അവിടെ പഠിപ്പിക്കുന്നു, യൂട്യൂബ് നോക്കി പഠിക്കുന്നു അല്ലേ? ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഇതൊന്നുമില്ല. ട്യൂഷന് പോലും ആരും പോകുന്നില്ല. നിങ്ങളുടെ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം, അമ്മയുടെ അച്ഛനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ട്യൂഷന് പോലും ഈ 7ാം ക്ലാസ്സിലൊന്നും ട്യൂഷനൊന്നും ആരും പോകത്തില്ല. 10ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു ട്യൂഷൻ വിടുന്നത് കേട്ടോ. ഇപ്പം ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സൗകര്യങ്ങളാണ് പഠിക്കാൻ. നിങ്ങൾ പഠിക്കണേ നിങ്ങൾ കേട്ടോ. നോക്കിക്കേ, 1200 പേർ എഴുതിയ ഒരു പരീക്ഷയിൽ 65% പേർക്ക് എ ഗ്രേഡ് കിട്ടി. എത്ര പേരാണ്? നമുക്ക് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. 65% പേരാണ് എ ഗ്രേഡ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റുമോ നിങ്ങൾ എത്ര പേരാണ്? അത് കണ്ടുപിടിക്കാനാണ് നമ്മളല്ലേ 1200 കിഡ്സ് took an exam and 65% of them got A grade. How many are they? എത്ര നിങ്ങളെ ഇവിടെ എത്ര പേർക്കായിരിക്കും? നോക്കിയേ, നമ്മുടെ ജോലി ഫസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താ നിങ്ങളെ? പെർസെൻറ്റേജിനെ അല്ലെ ശതമാനത്തിനെ എന്താ റെഡ്യൂസ് ചെയ്യുക. 65/100, 65ഉം 100ഉം എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം? ലാസ്റ്റിൽ 5 വന്നതുകൊണ്ട് നമുക്ക് 5ൻ്റെ ടേബിൾ എടുക്കാം. നമുക്ക് 10 വരെ അറിയത്തുള്ളൂ, അതിലെയോ സത്യം? 10 × 5 50 വരെ നമുക്കറിയാം അല്ലേ? അതറിയാം. ഏതുറക്കത്തിൽ ചോദിച്ചാലും 10 × 5 50 എന്തോ ഉറക്കത്തിൽ നമ്മളോട് 10 × 5 50 എന്നാണോ ചോദിക്കുന്നത്? 10 × 5 50 വരെയാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പം 11 × 5 55, 12 × 5 60. അപ്പം എത്ര? 13 × 5 65 അല്ലേ? അപ്പം എന്താ? 20 × 5 100. അത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? അപ്പം 13. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം കുട്ടികൾ എത്ര നിങ്ങളെ? 1200 പേരാണ് പരീക്ഷ എഴുതി അല്ലേ? അതിൽ നമ്മൾ ഈ കിട്ടിയ റെഡ്യൂസ് ചെയ്തതിനെ എടുത്തുകൊണ്ട് 13/20. അപ്പം നമുക്ക് എത്ര കിട്ടി? അതായത് നമുക്ക് വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്ക് വെട്ടി ചെയ്യണേ നിങ്ങൾ. നോക്കിയേ, ഇവിടെ ഒരു 0 പോയി, ഇവിടെ ഒരു 0 പോയി അല്ലേ? പിന്നെന്താ? 2ഉം 120 വെട്ടാൻ പറ്റുമോ നിങ്ങളെ? പറ്റും. എന്താ? 1 2 2 എത്ര? 6 2 12 ആണ്. 12 വെട്ടും. പിന്നെ ഈ 0ത്തിനെ എടുത്ത് ഇങ്ങോട്ട് വരും. 60. 60 × 13, 60 × 13 880 ആണ് ആൻസർ കേട്ടോ. ഇൻഡു ഒക്കെ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങളെ? അതായത് നമ്മളോട് ചോദിച്ചാൽ എന്താ? 1200 പേര് എഴുതിയ പരീക്ഷയിൽ 65% പേർക്ക് എ ഗ്രേഡ് കിട്ടിയെന്നാണ്. നമുക്ക് ശതമാനമാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? 5% നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 65% നമ്മൾ റെഡ്യൂസ് ചെയ്തപ്പോൾ 13/20 ആയി അല്ലേ? 13/20 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ട്? ഇൻഡ്യൂ ചെയ്തിട്ട് ഉണ്ടോ 780. സംശയം വല്ല ഉണ്ടോ നിങ്ങളെ? ഉണ്ടോ? എല്ലാം മലയാളം ഇംഗ്ലീഷും ഒക്കെ എഴുതിയിട്ടുണ്ടേ. ഓക്കെ, അടുത്ത ഒരു പുരയിടത്തിൽ, ഇത് ലാസ്റ്റ് കണക്കാന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഓർമ്മയുണ്ടേ. ഒരു പുരയിടത്തിൽ 32 തെങ്ങുണ്ട്. ഇത് ആകെയുള്ള മരങ്ങളുടെ 50%. ഇപ്പം എങ്ങനെ ഇരിക്കും നോക്കിയേ. ഒരു പുരയിടത്തിൽ 32 തെങ്ങുണ്ട് അല്ലേ? നമുക്കൊക്കെ അയ്യത്ത് തെങ്ങുണ്ടല്ലോ. 32 തെങ്ങുണ്ട്. ഇത് ആകെയുള്ള മരങ്ങളുടെ 50%. 50% വെച്ചാൽ പകുതി എന്നല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടായോ? 50% എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? പകുതി. 32 തെങ്ങുണ്ടെങ്കിൽ ആകെയുള്ളതിൽ 50%. അല്ലേ? അപ്പം 32ൻ്റെ ഇരട്ടി ആയിരിക്കത്തില്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടായോ? മനസ്സിലായോ നിങ്ങളെ? ഒരു പുരയിടത്തിൽ 32 തെങ്ങുകളുണ്ട്. എന്താ ഇംഗ്ലീഷിൽ പറയണോ നിങ്ങളെ? അതായത് there are 32 coconut palms in a compound. This is a 50% of the total number of trees in a compound. What is the total number of trees? അല്ലേ? അംഗൻവാടി പിള്ളേരെടുത്ത് ചോദിക്കുന്നത് അല്ലേ? LKG പിള്ളേരെടുത്ത് ചോദിക്കുന്ന ചോദ്യം. ഒരു പുരയിടത്തിൽ 32 തെങ്ങുണ്ട്. ആകെയുള്ള മരങ്ങളുടെ 50%. അങ്ങനെ പുരയിടത്തിൽ ആകെ എത്ര മരങ്ങളുണ്ട്? എന്താ നിങ്ങളെ? 50% എന്ന് പറയുന്നത് 50/100. അതിനെ നമ്മൾ ലോവസ്റ്റിലോട്ട് മാറ്റിയപ്പോൾ എന്താ? 5/10, അതായത് 1/2 അല്ലേ? നമ്മളോട് ചോദിച്ചാൽ എന്താ? ട്രീസ് മൊത്തം 32 ആണ്. എന്താ? 50% അല്ലേ കുഞ്ഞുങ്ങളെ? 50% വെച്ചാൽ നേർ പകുതിയാണ് അല്ലേ? അപ്പം അതിൻ്റെ ഇരട്ടി എത്ര ആണ്? അപ്പം നമുക്ക് നേർ പകുതി ആയപ്പോൾ 32 ആണ്. മൊത്തം എത്ര? 32. 32ൻ്റെ ഇരട്ടി എത്ര? 50% 32 ആണെങ്കിൽ 100% എത്ര കുഞ്ഞുങ്ങളെ? അതിൻ്റെ ഇരട്ടിയല്ലേ? എത്ര? 32 × 2 64 അല്ലേ? 32 + 32 എങ്ങനെ വേണമല്ലോ നിങ്ങൾക്ക് എഴുതാം. 32 അധികം എന്ന് വെച്ചാൽ 50% 32 ആണെന്നാണ് പറഞ്ഞത്. അപ്പം 100% 32 + 32 32 × എന്താ 2 കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര? 64. അതൊക്കെ വെറും എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ലാസ്റ്റ് ചോദ്യം നോക്കണേ. ഇതിന് വേണ്ടി പേപ്പറല്ലേ? നോക്കിക്കേ. ഒരാൾ ഒരു മാസം ഭക്ഷണത്തിനായി 8400 രൂപ ചിലവാക്കി.
ഒരാൾ ഒരു മാസം ഭക്ഷണത്തിനായി 8400 രൂപ ചിലവാക്കി. ഇത് മാസ വരുമാനത്തിൻ്റെ 25%. അയാളുടെ മാസ വരുമാനം എത്രയാണ്? എന്താ നിങ്ങളെ എ പേഴ്സൺസ് സ്പെൻഡ് 8400 rupees എ മന്ത് ഫോർ ഫുഡ്. ഇറ്റ് ഈസ് 25% ഓഫ് ഹീസ് മന്ത്ലി ഏണിംഗ്. വാട്ട് ഈസ് ഹീസ് മന്ത്ലി ഏണിംഗ്? നോക്കണേ, അത് നല്ല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ. ഓക്കെ, ഒരാൾ ഒരു മാസം ഭക്ഷണത്തിനായിട്ട് ഒരു മാസത്തെ ആവും നിങ്ങളെ ഭക്ഷണത്തിനായിട്ട് 8400 രൂപയാണ് ചിലവാക്കുന്നത്. മാസ വരുമാനത്തിൻ്റെ ഒരു 25% ആണ് ഇയാളുടെ മാസ വരുമാനം എത്രയാണ്? നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി എന്താ? പെർസെൻറ്റേജിനെ റെഡ്യൂസ് ചെയ്യുക. 25 എന്ന് വെച്ചാൽ 25/100 എത്ര ആവും നിങ്ങളെ? ഒരു 25 4 25 100 അല്ലേ? 1/4. ഇത് ഞാൻ ഈ എളുപ്പം പറയുന്നതിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങളെ? 25/100 എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അതൊക്കെ ചെയ്തതാ ഇല്ലേ? ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ കുറേ ചെയ്താ. എന്താ 25ൻ്റെ ടേബിൾ തന്നെയാണ്. ഒരു 25 4 25 100. റെഡ്യൂസ് എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും ചെറിയ ഫോമിലോട്ട് മാറ്റുക. ഇവിടെ ആകെ വരുമാനത്തിൻ്റെ 1/4 ഭാഗം എന്ന് പറയുന്നത് എത്ര? 8400 ആണ് അല്ലേ? അയാൾ ഒരു മാസം ഭക്ഷണത്തിനായിട്ട് 8400 രൂപയാണ് ചിലവാക്കുന്നത്. ആണോ നിങ്ങളെ? അപ്പം എന്ത് ചെയ്യും നോക്കണേ, ഇവിടെ നോക്കണേ. നമ്മളോട് മുമ്പേ ചോദിച്ചില്ലേ, റെസിപ്രോക്കൽ ഒരെണ്ണം പഠിച്ചില്ലേ കുഞ്ഞുങ്ങളെ? ആകെ വരുമാനം എന്നാണ് അതിനകത്തിൽ ചോദിച്ചല്ലേ? അപ്പം 25% ചിലവാക്കിയെങ്കിൽ ബാക്കി 75% ഇടയിലുണ്ട് അല്ലേ? അപ്പം 25-ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? അതിനെ നേരെ ടോട്ടൽ ഏണിംഗ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള ചോദ്യം. ആകെ വരുമാനത്തിൻ്റെ 1/4 ഭാഗം അതായത് 8400 രൂപയാണ് എന്താ അയാൾ ഭക്ഷണത്തിനായിട്ട് ചിലവാക്കിയത്. നമ്മളതിനെ റേഷ്യോയിലോട്ട് മാറ്റിയപ്പം 1/4 ആയി അല്ലേ? അല്ലെങ്കിൽ 25 ഇട്ട് ചെയ്താലും മതി. ഇനി 25/100 ഇട്ട് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ റെസിപ്രോക്കലിലോട്ട് മാറ്റണം. എന്താ ഞങ്ങളെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താ? നേരെ തലതിരിച്ചിട്ട് 1/4 എന്നുള്ളത് 4/1 ഇട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്താ 84 × 4 336. പിന്നെ ഈ 2 0 കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 33,600 രൂപയാവും എന്താ അയാളുടെ മാസ വരുമാനം കേട്ടോ. അയാളുടെ മാസ വരുമാനം എത്ര? 33,600 രൂപയിൽ അയാൾ അതിൻ്റെ 25% ഭക്ഷണത്തിനായിട്ട് ചിലവാക്കുന്നത്. അതാണ് 8400 രൂപ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അപ്പം നമ്മൾ എന്താ പേജ് നമ്പർ 185ൻ്റെ മുകളിലത്തെ 5ാമത്തെ ചോദ്യം വരെയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.